Hi students, Kerala University second semester BSc Physics ൻ്റെയും ഫസ്റ്റ് സെമസ്റ്റർ BSc കെമിസ്ട്രിയുടെയും കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സിനകത്ത് വരുന്ന മൊഡ്യൂളാണ് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ഹൈപ്പർബോളിക് ഫങ്ഷൻസ്. കെമിസ്ട്രിയുടെ മാത്സിനകത്ത് സെക്കൻഡ് മൊഡ്യൂളായിട്ടാണ് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ഹൈപ്പർബോളിക് ഫങ്ഷൻസ് വരുന്നത്. ഫിസിക്സിലാണെങ്കിൽ സെക്കൻഡ് സെമസ്റ്ററിൽ ഫസ്റ്റ് മൊഡ്യൂൾ. അപ്പം ഫിസിക്സിൽ മൊഡ്യൂൾ 1 കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ഹൈപ്പർബോളിക് ഫങ്ഷൻസ്. നമ്മൾക്ക് കോംപ്ലക്സ് നമ്പറിനെ കുറിച്ച് ആദ്യം പറയുകയാണ്. എ കോംപ്ലക്സ് നമ്പർ ഈസ് ഓഫ് ദ ഫോം എ പ്ലസ് ഐ ബി. നമ്മൾ ഇസഡ് ഈസിക്കൽ ടു എ പ്ലസ് ഐ ബി എന്നാണ് എഴുതുന്നത്. എയെ നമ്മൾ റിയൽ പാർട്ടെന്നും ബിയെ നമ്മൾ ഇമാജിനറി പാർട്ടെന്നും വിളിക്കുന്നു. ഡിനോട്ട് ചെയ്യുന്നത് റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്നും ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്നും. അപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് വേരിയബിൾ ആണ്. ഐ സ്ക്വയർ ഈസിക്കൽ ടു -1. അപ്പോൾ ഐ എന്താണ്? റൂട്ട് ഓഫ് -1. ഇനി കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? എ പ്ലസ് ഐ ബി എന്ന് പറഞ്ഞ നമ്പറിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എ മൈനസ് ഐ ബി ആണ്. എന്ന് വെച്ചാൽ ഐയുടെ അവിടുത്തെ സൈൻ മാറ്റുക. അപ്പം നമ്മൾ ഇസഡ് ഈസിക്കൽ ടു എ പ്ലസ് ഐ ബി ആണെങ്കിൽ കോൺജുഗേറ്റിനെ ഇസഡ് കോൺജുഗേറ്റ് അഥവാ ഇസഡ് ബാർ എന്ന് വിളിക്കും. അത് എ മൈനസ് ഐ ബി ആണ്. ഫോർ എക്സാമ്പിൾ ഇസഡ് 2 പ്ലസ് I3 ആണെങ്കിൽ ഇസഡ് കോൺജുഗേറ്റ് എന്തോ 2 മൈനസ് I3 ആണ്. ഓക്കെ, ഇനി ഇസഡ് എന്ന് പറയുന്നത് -1 പ്ലസ് ഐ ആണെങ്കിൽ ഇസഡ് കോൺജുഗേറ്റ് എന്തോ -1 മൈനസ് ഐ ആയിരിക്കും. ഐയുടെ സൈൻ മാത്രം മാറ്റുക. ഇനി രണ്ട് നമ്പേഴ്സ് കോംപ്ലക്സ് നമ്പേഴ്സ് എ പ്ലസ് ഐ ബിയും സി പ്ലസ് ഐ ഡിയും ഈക്വൽ ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? അതിൻ്റെ റിയൽ പാർട്ടുകൾ ഈക്വൽ, അതായത് എ ഈക്വൽ ടു സിയും ഇമാജിനറി പാർട്ട് ബിയും ഡിയും അത് ഈക്വലും വരണം. അതായത് എ പ്ലസ് ഐ ബി ആൻഡ് സി പ്ലസ് ഐ ഡി ആർ ഈക്വൽ ഈഫ് ആൻഡ് ഓൾ ഈഫ് എ ഈക്വൽ സി ആൻഡ് ബി ഈക്വൽ ഡി. ഇനി അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. അഡീഷൻ Z1 എന്ന് വെച്ചാൽ എ പ്ലസ് ഐ ബിയും Z2 എന്ന് പറയുന്നത് സി പ്ലസ് ഐ ഡിയും ആണെങ്കിൽ Z1 പ്ലസ് Z2 എന്താണ്? എ പ്ലസ് സി റിയൽ പാർട്ടും പ്ലസ് ഐ ഇൻറ്റു ബി പ്ലസ് ഡി. അപ്പോൾ ബി പ്ലസ് ഡി ഇമാജിനറി പാർട്ടും ആകും. സബ്ട്രാക്ഷനും അതേപോലെ തന്നെ എ മൈനസ് സി പ്ലസ് ഐ ഇൻറ്റു ബി മൈനസ് ഡി. മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം Z1 ഇൻറ്റു Z2. അപ്പോൾ Z1 എ പ്ലസ് ഐ ബിയും Z2 എന്താണ്? സി പ്ലസ് ഐ ഡിയും. അത് മൾട്ടിപ്ലൈ ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. എ സി പ്ലസ് ഐ എ ഡി പ്ലസ് ഐ ബി സി പ്ലസ് ഐ സ്ക്വയർ ബി ഡി. ഐ സ്ക്വയർ എന്താ? -1. അപ്പോൾ എ സി മൈനസ് ബി ഡി അത് റിയൽ പാർട്ടാവും പ്ലസ് ഐ ഇൻറ്റു എ ഡി പ്ലസ് ബി സി. അപ്പോൾ എ ഡി പ്ലസ് ബി സി എന്തോ ഇമാജിനറി പാർട്ടാവും. ഡിവിഷൻ ആവുമ്പോൾ ശ്രദ്ധിക്കുക, Z1 ബൈ Z2 അതായത് എ പ്ലസ് ഐ ബി ബൈ സി പ്ലസ് ഐ ഡി എന്തോ ചെയ്യണമെന്നറിയോ? ഡിനോമിനേറ്ററിനകത്തെ കോൺജുഗേറ്റും കൊണ്ട് മേളിലും താഴെയും ഇൻറ്റു ചെയ്യുന്നു. അതായത് ഡിനോമിനേറ്റർ ഏതാണ്? സി പ്ലസ് ഐ ഡി. അതിൻ്റെ കോൺജുഗേറ്റ് എന്താണ്? സി മൈനസ് ഐ ഡിയും കൊണ്ട് മേളിലും താഴെയും. അപ്പം താഴെ എന്തുവാണ്? സി പ്ലസ് ഐ ഡി ഇൻറ്റു സി മൈനസ് ഐ ഡി. അതെന്തുവാ? സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ആവും. മേളിൽ എന്താ? പ്രോഡക്റ്റ് റൂള്. അപ്പോൾ എ സി പ്ലസ് ബി ഡി ഇൻറ്റു ഐ ഇൻറ്റു ബി സി മൈനസ് എ ഡി ആ രീതിയിലാവും. അതിൻ്റെ എക്സാമ്പിളാണ് Z1ഉം Z2 ഇവിടെ തന്നിട്ടുണ്ട്. Z1 5 പ്ലസ് 5 ഐയും Z2 3 മൈനസ് 4 ഐ. അങ്ങനെയാണെങ്കിൽ Z1ൻ്റെ കോൺജുഗേറ്റ് എന്താണ്? 5 മൈനസ് 5 ഐ. Z2ൻ്റെ കോൺജുഗേറ്റ് എന്താണ്? 3 പ്ലസ് 4 ഐ. Z1ൻ്റെ മോഡുലസ് എന്താണ്? Z1ൻ്റെ മോഡുലസ് എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. ഇപ്പോൾ റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ അതായത് റൂട്ട് ഓഫ് 25 പ്ലസ് 25 റൂട്ട് 50 കിട്ടും. ഇതിൻ്റെ എന്തോ കിട്ടും? റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ റൂട്ട് ഓഫ് 9 പ്ലസ് 16 റൂട്ട് ഓഫ് 25 എന്തോ കിട്ടും? 5. ഇനി Z1 പ്ലസ് Z2 എന്താണ്? 5 പ്ലസ് 3 8 പ്ലസ് 5 മൈനസ് 4 1 ഐ. അപ്പോൾ 8 പ്ലസ് 1 ഐ. അതേപോലെ Z1 മൈനസ് Z2 Z1 ഇൻറ്റു Z2 Z1 ബൈ Z2. ഇത് കണ്ടുപിടിക്കാനുള്ളതല്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈസിയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് പഠിച്ചോണം. ഇതൊക്കെ ചോദിച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഫൈൻഡ് റിയൽ നമ്പേഴ്സ് x and y such that
3x plus 2iy minus ix plus 5y equal 7 plus 5y. അപ്പോൾ റിയൽ പാർട്ട് ഏതാണ്? 3x plus 5y. അതേ ഈസ് ഈക്വൽ ടു ഇവിടുത്തെ റിയൽ പാർട്ട് 7ഉം ഇമാജിനറി പാർട്ട് 2y മൈനസ് എക്സ് അതേ ഈക്വൽ ഇവിടുത്തെ ഇമാജിനറി പാർട്ട് 5. അത് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുക. അപ്പോൾ എന്താ, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 3 ആണ്, ഇവിടെ -1 ആണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ഇക്വേഷനെ മൊത്തത്തിൽ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക, എന്നിട്ട് രണ്ട് ഇക്വേഷൻ കൂടെ മൈനസ് ചെയ്യുക, അല്ല പ്ലസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈയുടെ ടേം കിട്ടി, y ഈക്വൽ 2 എന്ന് കിട്ടി. അത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ വൈക്ക് 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 4 മൈനസ് എക്സ് ഈക്വൽ 5. അപ്പോൾ എക്സ് -1 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യൂസൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എനിക്കിത് ചെയ്യാവുന്നതേ ഉള്ളല്ലോ അല്ലേ. കോഷ്യൻ്റ് 2 - 3i × 4 - i. അപ്പോൾ 4 + i കൊണ്ട് മേളും താഴെ ഇൻറ്റു ചെയ്യുന്നു, എന്നിട്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഇൻറ്റു ആണ്. ആ രീതിയിൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി i⁻15 എന്താണ്? അപ്പോൾ നമ്മൾ സൈഡിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി i² എന്ന് വെച്ചാൽ -1, i³ എന്ന് വെച്ചാൽ എന്താണ്? i² കൂടെ i, അതായത് -1 കൂടെ i, അപ്പോൾ -i. i⁻4 എന്താണ്? i² × i², -1 × -1 +1. അപ്പം ആ ഓർഡർ നോക്കി, i -1 -i 1, വീണ്ടും എന്തുവാ i -1 -i 1, ആ ഓർഡറിൽ പോകും. അപ്പം നമ്മൾ i⁻4k ആണെങ്കിൽ എന്താ പറയും? 1 എന്ന് പറയും. i⁻4k + 1 ആണെങ്കിൽ i, i⁻4k + 2 ആണെങ്കിൽ -1, i⁻4k + 3 ആണെങ്കിൽ -i. ആ രീതിയിൽ എഴുതുക. അപ്പോൾ 15 ആണെങ്കിൽ എന്തുവാ? 4 × 3 + 3, അപ്പോൾ 4k + 3 ഫോമാണ്. അപ്പോൾ എന്തോ -i ഇട്ട്. ഓക്കെ, ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ a + ib ഫോമിൽ എഴുതാം. അപ്പോൾ i⁻275 എന്ന് പറഞ്ഞാൽ -i ആണ്. അപ്പോൾ 0 + i × -1, അപ്പോൾ a 0 ആണ്, b -1 ആണ്. 1/i⁵. അപ്പോൾ നമ്മൾ i⁵നെ i⁴ × 1, i⁴ 1 ആണ്. × i, അപ്പം 1/i. 1/i എന്ന് വെച്ചാൽ എന്തോ? 1/i എന്ന് വെച്ചാൽ i/i², അപ്പം -i എന്ന് ആൻസർ കിട്ടും. ട്രിഗ്നോമെട്രിക് വാല്യൂസ്: ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്, ASTC അല്ലേ? ഇവിടെ എല്ലാവരും, ഇവിടെ സൈനും റെസിപ്രോക്കലായ കൊസീക്കും പോസിറ്റീവ്, ഇവിടെ ടി ടാനും കോട്ടും പോസിറ്റീവ്, ഇവിടെ സി ഇപ്പോൾ കോസും സീക്കും പോസിറ്റീവ്. ആ രീതിയിൽ ഓർത്ത് വെക്കുക. അപ്പം ഈ വാല്യൂസ് sin 2π + θ, sin 2π - θ, sin π + θ, sin π - θ, ആ വാല്യൂസ് മനസ്സിലാക്കുക. അപ്പോൾ നോക്കി കണ്ടോ, സൈനെ കോസ് ടാനെ കൊസിക്ക് ഇതേ ആൻസർ തന്നെ ഇവിടെ കിട്ടി. ഇവിടെ കണ്ടോ, ഇതേ ആൻസർ തന്നെ ഇവിടെ കിട്ടി. സൈൻ മാത്രം വ്യത്യാസം വന്നു. അപ്പം നോക്കുക, 2π + θ ആയാലും 2π - θ ആയാലും π + θ ആയാലും π - θ ആയാലും എന്തോ അതേ വാല്യൂ തന്നെ കിട്ടുന്നു. പിന്നെ അത് ഏത് ക്വാഡ്രൻ്റ് ആണെന്ന് നോക്കി സൈനൂടെ ഇടുക, അത്രേ ഉള്ളൂ. ഇനി π/2ഉം 3π/2 ആണെങ്കിൽ, അതായത് π/2 + θ, π/2 - θ, 3π/2 + θ, 3π/2 - θ ഒക്കെ ആകുമ്പോൾ ഓപ്പോസിറ്റ് ആണെന്ന് ഓർക്കുക ഉത്തരം. അതായത് സൈൻ ആകുമ്പോൾ കോസ്, കോസ് ആകുമ്പോൾ സൈൻ. എന്നിട്ട് ഏത് ക്വാഡ്രൻ്റ് ആണെന്ന് നോക്കി സൈൻ ഇടുക. അങ്ങനെ അത് മനസ്സിലാക്കുക കേട്ടോ. കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യന്, മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യന്. Z1 തന്നിട്ടുണ്ട്, Z2 തന്നിട്ടുണ്ട്. വെരിഫൈ ദാറ്റ് Z1 Z2ൻ്റെ മോഡുലസ് ഈക്വൽ Z1ൻ്റെ മോഡുലസ് × Z2ൻ്റെ മോഡുലസ്. അപ്പോൾ Z1ൻ്റെ മോഡുലസ് √9 + 4 √13ഉം, ഇതിൻ്റെ എന്താ √1 + 16 √17. ഇനി Z1 × Z2, ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 5 - 49 ഇട്ട് അതിൻ്റെ മോഡുലസ് ഇതാണ്.
അപ്പം Z1 ഇൻറ്റു Z2ൻ്റെ ഓരോന്നിൻ്റെ മോഡുലസിൻ്റെ സം, അപ്പോൾ അത് ഈക്വൽ ആണെന്ന് കിട്ടി. വെരിഫൈ ചെയ്യാം. ഇതിൻ്റെ കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിനെ റിയൽ പാർട്ട് പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ടായിട്ട് എഴുതുന്നു. എന്നിട്ട് കോഞ്ചുഗേറ്റ് ആകുമ്പോൾ എന്ത് ഇവിടെ സൈൻ മാറ്റുന്നു. ഓക്കെ, ഇനി Z ഈസിക്കൽ ടു 3 - 2i ബൈ -1 + 4i, അതിനെ x + i y ഫോമിലാക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് ആയ -1 - 4i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു മേളിലും താഴെ. എന്നിട്ട് അത് ചെയ്ത് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ രീതിയിൽ എത്തും. ഓക്കെ, പോളാർ റെപ്രസെൻറ്റേഷൻ എഴുതാൻ. അപ്പം നമുക്ക് Z തന്നിട്ടുണ്ട് എന്താണ് 1 + i√3. അപ്പോൾ x 1 ആണ്, y √3 ആണ്. അപ്പോൾ നമ്മൾ പോളാർ ഫോം എന്ന് വെച്ചാൽ Z ഈസിക്കൽ ടു r e⁻⁴ എന്ന് വെച്ചാൽ r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്. അപ്പോൾ r എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് Z ആണേ. അപ്പോൾ √2 കിട്ടും. അപ്പോൾ r 2 എന്ന് കിട്ടി. ഇനി തീറ്റ എന്ന് വെച്ചാൽ ടാൻ ഇൻവേഴ്സ് 1. അതായത് നമ്മൾ r കോസ് തീറ്റ എന്ന് വെച്ചാൽ 1ഉം r സൈൻ തീറ്റ എന്ന് വെച്ചാൽ √3ഉമാണ്. ആ രീതിയിൽ r എന്തായിരുന്നു 2 ആയിരുന്നു. അപ്പോൾ അത് ചെയ്യുമ്പോൾ കോസ് തീറ്റ 1/2 സൈൻ തീറ്റ √3/2. എക്സും വൈയും പോസിറ്റീവാണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ കണ്ടാണ് π/3 കൊടുക്കുമ്പോഴാണ് കോസ് π/3 ആണ് 1/2, സൈൻ π/3 ആണ് √3/2. അപ്പം നമുക്ക് r കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആകുമ്പോൾ 2 ഇൻറ്റു കോസ് π/3 പ്ലസ് ഐ സൈൻ π/3. അടുത്തത് r കണ്ടുപിടിക്കുക. അതിൻ്റെ മോഡുലസ് 2 എന്ന് കിട്ടി. ഇനി കോസ് തീറ്റ -1/2 സൈൻ തീറ്റ √3/2. അപ്പോൾ എക്സ് നെഗറ്റീവാണ്, വൈ പോസിറ്റീവാണ്. അപ്പോൾ ഏത് ക്വാഡ്രൻ്റാണ്? സെക്കൻഡ് ക്വാഡ്രൻ്റാണ്. സെക്കൻഡ് ക്വാഡ്രൻ്റിലാണെങ്കിൽ π - π/3 ആണ്. ഓക്കെ, കോസ് ഇത് കിട്ടും, സൈൻ ഇത് കിട്ടുന്നത്. അപ്പോൾ 2π/3. ഓക്കെ, ഇനി രണ്ടും നെഗറ്റീവാണ്. ഇവിടെ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ തേർഡ് ക്വാഡ്രൻ്റ്. തേർഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ എന്താ കൊടുക്കും? മൈനസ് ഓഫ് π - π/3. ഓക്കെ, ഇനി എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും ആണെങ്കിൽ ഫോർത്ത് ക്വാഡ്രൻ്റ്. ഓക്കെ, അതനുസരിച്ച് ചെയ്യും. e⁻z 1 + z/1 ഫാക്ടോറിയൽ പ്ലസ് z²/2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അപ്പോൾ e⁻i⁻ നമുക്ക് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ, അതാണ് ഓയിലർ ഇക്വേഷൻ. പഠിച്ചോണം. ഓയിലർ ഇക്വേഷൻ എന്താണ്? e⁻i⁻ = കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണ്. ഇനി നമ്മുടെ പോളാർ കോർഡിനേറ്റിൽ r എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് ഇസഡും ആർഗ്യുമെൻ്റ് എന്ന് വെച്ചാൽ അവിടുത്തെ തീറ്റ ടാൻ ഇൻവേഴ്സ് y/x ആണ്. -πക്കും +πക്കും ഇടയ്ക്കാണ്. ഡി മൂർവീസ് തിയറം എന്ന് വെച്ചാൽ e⁻i⁻n എന്ന് വെച്ചാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ n. അതിനെ എന്തോ എഴുതാം? കോസ് n തീറ്റ പ്ലസ് ഐ സൈൻ n തീറ്റ എന്ന് എഴുതാം. ഇതാണ് ഡി മൂവീസ് തിയറം. ഇനി ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ്. cos 3θ sin 3θ ഇൻ ടേംസ് ഓഫ് കോസ് തീറ്റ ആൻഡ് സൈൻ തീറ്റ എഴുതാൻ. അപ്പോൾ ഡി മൂവീസ് തിയറം വെച്ച് നമുക്കറിയാം എന്തോ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ദ ഹോൾ ക്യൂബ് ആണ് എന്താ കോസ് 3θ പ്ലസ് ഐ സൈൻ 3θ. അപ്പം നമ്മൾ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ദ ഹോൾ ക്യൂബ് ചെയ്യുന്നു. ഹോൾ ക്യൂബ് ചെയ്യുമ്പം എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ കിട്ടുന്നു. അപ്പോൾ കോസ് 3θ എന്ന് വെച്ചാൽ റിയൽ പാർട്ട്, ഇതിൻ്റെ റിയൽ പാർട്ട് ഇതാണ്. ഇനി സൈൻ 3θ എന്ന് വെച്ചാൽ ഇമാജിനറി പാർട്ട്. അപ്പോൾ അത് ഇക്വേറ്റിംഗ് റിയൽ പാർട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. അത് എന്താ സൈനിനെ എല്ലാം കോസിൻ്റെ ടേമിലാക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്നു. അപ്പോൾ കോസ് 3θ എന്താണ്? നമുക്കറിയാവുന്ന ഇക്വേഷൻ 4 cos³ θ - 3 cos θ. ഇനി ഇമാജിനറി പാർട്ടാണെങ്കിൽ സൈൻ 3θയുടെ കിട്ടുന്നു. അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇനി z⁻n + 1/z⁻n 2 cos n തീറ്റയും z⁻n - 1/z⁻n എന്ന് വെച്ചാൽ 2i sin n തീറ്റയുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ LHS z⁻n + 1/z⁻n. z e⁻i⁻ ആണ്. അപ്പോൾ വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഓപ്പൺ ചെയ്ത് ഇത് മേളിൽ കൊണ്ടുപോയി ഇങ്ങനെ കിട്ടി. ഇനി e⁻in θ എന്താണ്? cos n θ പ്ലസ് ഐ സൈൻ n തീറ്റയും
ഇ റേസ് ടു ഐ മൈനസ് എൻ തീറ്റ എന്താണ് കോസ് മൈനസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ. ഇനി കോസ് മൈനസ് എക്സ് എന്ന് വെച്ചാൽ കോസ് എക്സ് ആണ്, സൈൻ മൈനസ് എക്സ് എന്ന് വെച്ചാൽ മൈനസ് സൈൻ എക്സ് ആണ്. ആ രീതിയിൽ എഴുതി ഇതും വെട്ടിപ്പോയി 2 കോസ് എൻ തീറ്റ എന്ന് കിട്ടി. അതേപോലെ തന്നെ മറ്റേതും ചെയ്യുക. n 1 ആവുമ്പോൾ ഇസഡ് പ്ലസ് 1/z എന്താ കോസ് തീറ്റ ഇസിക്കൽ ടു ഇസഡ് പ്ലസ് 1/z/2 എന്നും സൈൻ തീറ്റ ഇസിക്കൽ ടു ഇസഡ് മൈനസ് 1/z/2i എന്നും കിട്ടുന്നു. ഫൈൻഡ് ആൻ എക്സ്പ്രഷൻ ഫോർ കോസ് ക്യൂബ് തീറ്റ ഇൻ ടേംസ് ഓഫ് കോസ് 3 തീറ്റ ആൻഡ് കോസ് തീറ്റ. മുമ്പേ ചെയ്ത് തന്നെ ഉള്ളൂ. അതേപോലെ തന്നെ സൈനിൻ്റെ ക്വസ്റ്റിന് ഫൈനിങ് nth റൂട്ട് ഓഫ് യൂണിറ്റി. ഇപ്പം ഇസഡ് സ്ക്വയർ 1 ആണെങ്കിൽ ഇസഡ് പ്ലസ് ഓർ മൈനസ് 1. അപ്പോൾ ഇസഡ് റൈസ് ടു n 1 ആണെങ്കിൽ nth റൂട്ട് 1 ഒരെണ്ണം വരും, ബാക്കി n-1 ഓരോന്ന് വരും. 4th റൂട്ട് ആണെങ്കിൽ i മൈനസ് i 1-1 വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്നത് ഇസഡ് റൈസ് ടു n-നെ എന്തോ എഴുതാം 2 e റൈസ് ടു 2πik. അപ്പം 1 ഈസിക്കൽ ടു ഇ റൈസ് ടു 2πi എന്നറിയും. അതിനെ കോസ് 2πi പ്ലസ് ഐ സൈൻ 2π എന്ന് എഴുതാം. ഓക്കെ, nth റൂട്ട് കാണാൻ വേണ്ടി ഇസഡ് ഈസിക്കൽ ടു ഇ റൈസ് ടു 2πik/n ആണെന്ന് ഓർക്കുക. ഓക്കെ, കെയുടെ വാല്യൂ 0 തൊട്ട് n-1 വരെയാണ്. ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ ഇസഡ് ക്യൂബ് ഈസിക്കൽ ടു 1. അപ്പോൾ എന്തോ ഇ റൈസ് ടു 2πik/3 ആണ്. കെയുടെ വാല്യൂ 0 1 2. അപ്പോൾ 0 കൊടുക്കും, കെക്ക് 0 കൊടുക്കുമ്പോൾ കിട്ടി, കെക്ക് 1 കൊടുക്കുമ്പോൾ ഒരെണ്ണം കിട്ടി, കെക്ക് 2 എടുത്തപ്പം അടുത്തത് കിട്ടി. ഇങ്ങനെയാണ് 3 സൊല്യൂഷൻ. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി 1, ഇതിനെ ഒമേഗ എന്നും ഇതിനെ ഒമേഗ സ്ക്വയറും. അപ്പം 1 ഒമേഗ സ്ക്വയർ ആണ്. ആ nth റൂട്ട്, അതായത് ക്യൂബ് റൂട്ടുകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ 0 ആണ്. അതിൻ്റെ പ്രോഡക്റ്റ് 1 ആണ്, അത് ഓർക്കുക കേട്ടോ. nth റൂട്ടുകൾ കൂട്ടുമ്പോൾ 0യും പ്രോഡക്റ്റ് 1ഉം ആണെന്ന് ഓർക്കുക. സോൾവിങ് പോളിനോമിയൽ ഇക്വേഷൻ. ഇപ്പോൾ ഡി മൂവീസ് തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് പോളിനോമിയൽ ഇക്വേഷൻ. സോൾവ് ദ ഇക്വേഷൻ ഇസഡ് റൈസ് ടു 6a മൈനസ് ഇസഡ് റൈസ് ടു 5a പ്ലസ് 4 ഇസഡ് റൈസ് ടു 4a മൈനസ് 6 ഇസഡ് ക്യൂബ് പ്ലസ് 2 ഇസഡ് സ്ക്വയർ മൈനസ് 8 ഇസഡ് പ്ലസ് 8a ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഇസഡ് ഈസിക്കൽ ടു 1 ഇട്ട് കൊടുക്കുക. ഇസഡ് ഈസിക്കൽ ടു 1 കൊടുക്കുമ്പോൾ എന്താ അതൊരു സൊല്യൂഷൻ ആണെന്ന് കിട്ടിയാൽ ഈ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻറ്റ് 1 മൈനസ് 1 4 മൈനസ് 6 2 മൈനസ് 8 8 അതിനെ ഇങ്ങനെ എഴുതിയിട്ട് 1 അല്ലേ 1 ഇവിടെ എഴുതി. അപ്പോൾ ഇവിടെ 1 എഴുതുക. 1 × 1 1, ഇത് കൂട്ടുമ്പോൾ 0 0 × 1 0, ഇത് കൂട്ടുമ്പോൾ 4 4 × 1 4, കൂട്ടുമ്പോൾ -2 -2 × 1 -2, കൂട്ടുമ്പോൾ 0 0 × 1 0, കൂട്ടുമ്പോൾ -8 -8 × 1 -8, കൂട്ടുമ്പോൾ 0. അപ്പം പോളിനോമിയൽ ഇങ്ങനെയായി. അപ്പം അവിടെ കോമൺ എടുക്കാൻ പറ്റുന്ന തെറ്റി അത് ഇസഡ് ഈസിക്കൽ പ്ലസ് ഓർ മൈനസ് 2i എന്ന് കിട്ടി. അപ്പോൾ ഇസഡ് ക്യൂബ് ഈസിക്കൽ ടു 2. അപ്പോൾ ഇസഡ് എന്ന് വെച്ചാൽ 2⁻⁴ × 1⁻⁴, അതായത് 1⁻⁴ എന്ന് വെച്ചാൽ e⁻⁴ കെയുടെ വാല്യൂ 0 1 2. കെ 0 ആകുമ്പോൾ ഒരു വാല്യൂ, 1 ആകുമ്പോൾ ഒരു വാല്യൂ, 2 ആകുമ്പോൾ ഒരു, അങ്ങനെ അതിൻ്റെ ഡിഫറെൻറ്റ് സൊല്യൂഷൻ ഇങ്ങനെ നമുക്ക് പറയാം. ഇനി യൂസിങ് എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ ടുഗദർ വിത്ത് ഡി മൂവീസ് തിയറം വി ക്യാൻ ഡിഫറൻഷിയേറ്റ് എ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. അതായത് e⁻3x cos 4x അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ e⁻3x cos 4x പ്ലസ് i sin 4xനെ z എന്ന് വിളിക്കുന്നു. അപ്പോൾ z എന്തോയി e⁻3x × e⁻i4x. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടി. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടും 3 + i4 × e⁻x × 3 + i4. അപ്പോൾ ഇങ്ങനെ വരുന്നു, അതിനെ ഇങ്ങനെ എഴുതുന്നു. അല്ലെ e⁻i4xനെ എന്തോ എഴുതാം cos 4x പ്ലസ് i sin 4x. ആ രീതിയിൽ ഇങ്ങനെ എഴുതി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്നു. അതേപോലുള്ള ക്വസ്റ്റ്യൻസാണ് ഇത്.
ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രലിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇനി ആർഗ്യുമെൻറ്റ് കണ്ടുപിടിക്കുക. ഫൈൻഡ് വൺ വാല്യൂ ഓഫ് ആർഗ്യുമെൻറ്റ് ഓഫ് ഇസഡ് വെൻ ഇസഡ് ഈസ് ഇക്വൽ ടു √3 ആണ്. √3 - i the whole raised to 6. √3 - i x √3 y -1. അപ്പോൾ അതിൻ്റെ പോളാർ ഫോം ആയതുകൊണ്ട് 6 2 കോസ് തീറ്റ √3/2 സൈൻ തീറ്റ -1/2. അപ്പോൾ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും ആണ് ഫോർത്ത് ക്വാഡ്രൻറ്റ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് -π/6. അപ്പം ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇത് √6 എന്ന് വെച്ചാൽ ഈ നമ്പർ √6. അപ്പം ആൻസർ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു വാല്യൂ എന്ന് വെച്ചാൽ ആർഗ്യുമെൻ്റ് എന്ന് വെച്ചാൽ π ആണ്. അതേപോലെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെ ചെയ്യുക. കോംപ്ലക്സ് ലോഗരിതം let us denote the natural logarithm z/w. അപ്പോൾ ഡബ്ല്യുവിനെ ln of z, അതിൻ്റെ ടേക്ക് എക്സ്പോണൻ്റ് എടുക്കുമ്പോൾ e⁻w = z എന്ന് കിട്ടി. ഇനി z1 എന്ന് വെച്ചാൽ e⁻w1 z2 എന്ന് വെച്ചാൽ e⁻w2 ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് ഇങ്ങനെ കിട്ടും. രണ്ട് സൈഡ് ലോഗരിതം എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ log z1 × z2 എന്ന് വെച്ചാൽ log z1 + log z2 ആണ്. ഇവിടെ ഡിവൈഡ് ആണെങ്കിൽ ഇവിടെ മൈനസും വരും. ആ കാര്യം ഓർക്കുക. കോംപ്ലക്സ് പവേഴ്സ്. ആർഗ്യുമെൻറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഈസ് മൾട്ടി വാല്യൂ. അതായത് ആർഗ്യുസെഡ് എന്ന് വെച്ചാൽ തീറ്റ + 2nπ ആണ്. n മാറുന്നതനുസരിച്ച് മാറും. അതേപോലെ തന്നെ ഓർക്കുക ln of z എന്ന് വെച്ചാൽ ln of r + i തീറ്റ + 2nπ ആണെന്നും ഓർക്കുക. -πയ്ക്കും +πയ്ക്കും ഇടയ്ക്കുള്ള ആർഗ്യുമെൻ്റ് വരുമ്പോഴാണ് പ്രിൻസിപ്പൽ വാല്യൂ എന്ന് വിളിക്കുന്നത്. ഇവാലുവേറ്റ് ln of -i. അപ്പോൾ ഇവിടെ ln of x + i നോക്കുമ്പോൾ x 0 y -1 ആണ്. അപ്പോൾ 6 √x² + y² 1 എന്നും തീറ്റ എന്ന് വെച്ചാൽ y/x tan inverse y/x -π/2 എന്നും കിട്ടി. അപ്പോൾ z എന്താണ് 1 × e⁻i -π/2 + 2nπ എന്ന് എഴുതാം. ഇപ്പോൾ ln z എന്ന് വെച്ചാൽ എന്തോ ln r + i × തീറ്റ + 2nπ വാല്യൂ ഇട്ട് കൊടുക്കുക. നമുക്ക് വാല്യൂ കിട്ടി. ln of -i എന്ന് വെച്ചാൽ എന്താണ് -i/π/2 ആണ്. ഹൈപ്പർബോളിക് ഫംഗ്ഷൻ cos hx sin hx. cos hs എന്ന് വെച്ചാൽ 1/2 × e⁻x + e⁻−x. ഇവിടെ മൈനസ് വരുമ്പോൾ sin hx ആവും. tan hs എന്ന് വെച്ചാൽ sin/cos ആണ്. sin h/cos h ആണ്. അപ്പോൾ e⁻x - e⁻−x e⁻x + e⁻−x. ഇവിടെ ഡിനോമിനേറ്റർ എല്ലാം 2 ആണ്. സൈനും കോസും വരുവാണെങ്കിലാണ് അവിടെ sin i എന്നും കോസിന് i ഇല്ലാതെയും വരുന്നത്. cos hs cosec hs sec hs cot hs. ഇനി ഹൈപ്പർബോളിക് ട്രിഗ്നോമെട്രിക് അനലോഗ്സ്. cos ixനെ നമുക്ക് ഇങ്ങനെ എഴുതാം, sin ixനെ ഇങ്ങനെ എഴുതാം. ആ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. cos hxൻ്റെ ഗ്രാഫുകൾ cos hx ഐഡൻറ്റിറ്റീസ് ഉണ്ട്. പ്രൂവ് ചെയ്യാൻ ചോദിക്കുമേ, എളുപ്പമാണേ. LHS RHS സെപ്പറേറ്റ് ചെയ്താൽ മതി. സോൾവ് ദ ഹൈപ്പർബോളിക് ഇക്വേഷൻ ഉണ്ട്. ഹൈപ്പർബോളിക് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഉണ്ട്. അപ്പോൾ y = sin h ഇൻവേഴ്സ് ഓഫ് a എന്ന് വെച്ചാൽ a എന്ന് വെച്ചാൽ sin hy. അങ്ങനെ അത് ചെയ്യുന്നത്. ലാസ്റ്റ് അത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ടും ചെയ്യും. tan hൻ്റെയും cot hൻ്റെയും ഗ്രാഫ്, sin hൻ്റെയും cos hൻ്റെയും ഗ്രാഫ് അത് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. വരയ്ക്കാനൊക്കെ ചോദിക്കാം. ഡെറിവേറ്റീവിൻ്റെ മുമ്പേ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്.
പഠിക്കാനുള്ളത്. നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക. ഓൾ ദി ബെസ്റ്റ്.